പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയുമോ? ഇനി നമ്മളിലേക്ക് വരാനുള്ള മാസം അത് പരിശുദ്ധമായ റജബ് മാസമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു. എന്തേ പറഞ്ഞത്? റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്. റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, റജബിനുള്ള പ്രത്യേകത ഓരോ ഔലിയാക്കന്മാർക്കും ഓരോ പ്രത്യേകതകളുള്ളതുപോലെ ഇന്ത്യയുടെ സുൽത്താൻ ഹാജാ മഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസിന്റെ സമയമാണ്. അവിടുന്ന് വഫാത്താകുന്നത് റജബ് മാസത്തിലാണ്. ഹാജാ തങ്ങളുടെ പ്രത്യേകത എന്താണ്? ഔലിയാക്കന്മാർക്ക് മൊത്തമുള്ള ഒരു പ്രത്യേകത, അവർ എല്ലാവരും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണ്, ഖൽബറിഞ്ഞ് സ്നേഹിച്ചവരാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള മഹാനാണ് സുൽത്താനുൽ ഹിന്ദ് ഹാജാ മഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പ്രിയപ്പെട്ടവരെ, ഔലിയാക്കന്മാരുടെ ലോകം അത് വിശാലമാണ്. നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ലല്ലോ. ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? ത്വരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളെ തെറി പറയുന്ന കാലം വന്നുപോയി. ആലിമീങ്ങളുടെ ഉപ്പാക്ക് വിളിക്കുന്ന കാലം വന്നുപോയി. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ ഉപ്പാക്ക് വിളിക്കുന്ന കാലം വന്നു. മആദല്ലാഹ്, എന്ത് ത്വരീഖത്തിന്റെ പേര് പറഞ്ഞാലും അങ്ങനെ ഒരൊറ്റ ശൈഖും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ജീവിതം, ഏത് ഔലിയാഇന്റെ ജീവിതം വേണമെങ്കിലും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഏത് വിലായത്തിന്റെ അഹ്ലുകാരെയും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഒരാളെയും അവര് വേദനിപ്പിച്ചിട്ടില്ല, പ്രയാസപ്പെടുത്തിയിട്ടില്ല. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവര് എല്ലാവർക്കും ഗുണകാംക്ഷികളാണ്. മടവൂര് നിങ്ങൾ നോക്ക്, അവിടെ ഇന്നും ജനലക്ഷങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? അജ്മീർ നിങ്ങൾ നോക്ക്, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? മമ്പുറത്ത് നിങ്ങൾ നോക്ക്, കോടാനുകോടി ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ഔലിയാക്കന്മാരും അവരതാ അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി എന്നല്ലാതെ, മറ്റുള്ളവർക്ക് തണലായി എന്നല്ലാതെ, അവരുടെ ജീവിതം കൊണ്ട് അവരാരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല, ആരെയും ദുഃഖിപ്പിച്ചിട്ടില്ല, ആർക്കും ഒരു നിലക്കുള്ള പ്രതിസന്ധി അവരുണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇന്നത്തെ കാലത്തോ ത്വരീഖത്തിന്റെ പേര് പറഞ്ഞ്, മശായിഖിന്റെ പേര് പറഞ്ഞ് അതാ ആലിമീങ്ങളുടെ ഉപ്പാക്ക് വിളിക്കുന്ന കാലം വന്നുപോയി. ഇത് എവിടുത്തെ ത്വരീഖത്താണ്? ആരാണിത് പഠിപ്പിച്ചത്? ഗൗസുൽ ആസം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദ് അൽ കബീർ അർ-റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഹാജാ മഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവരുടെ ഒന്നും ത്വരീഖത്തിൽ ഇത് കാണാനില്ല. ഒരൊറ്റ ഔലിയാക്കന്മാരെയും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഔലിയാക്കന്മാരും ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരൊറ്റ വിലായത്തിന്റെ അഹ്ലുകാരും ഒരാൾക്കും പ്രയാസമുണ്ടാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആലിമീങ്ങൾ തമ്മിൽ
എന്ത് വിഷയമുണ്ടെങ്കിലും അവര് ആലിമീങ്ങളെ ചർച്ച ചെയ്ത് തീർക്കുമെന്നല്ലാതെ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടാൻ ആരാണ്? ഒരൊറ്റ ആലിമിനെയും കുറ്റം പറയരുത്, ഒരൊറ്റ സയ്യിദിനെയും കുറ്റം പറയരുത്. കാരണം എന്തേ? തമാശക്ക് നമ്മൾ വിഷം കുടിച്ചാലും, ആളുകളെ കാണിക്കാൻ കുടിച്ചാലും, അതാ വിഷം ഉള്ളിലെത്തിയാൽ ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാവുന്നതാണ്. അതുപോലെയാണ് ആലിമീങ്ങൾ. ആ ആലിമീങ്ങളുടെ പച്ച ഇറച്ചി തിന്നരുത്, അവരെ ഒരു നിലക്കും നിസാരപ്പെടുത്തരുത്, അവരെ പ്രയാസത്തിലാക്കരുത്. അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരൊറ്റ വാക്കോ ഒരൊറ്റ പ്രവർത്തനമോ നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ. ഔലിയാക്കന്മാർ, ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളാണ്. ഒരു പണ്ഡിതനെ നമ്മൾ വിഷമിപ്പിച്ചാൽ, ഒരു ആലിമിനെ നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ, അതാ നമ്മൾ ആ ശൃംഖല എവിടെയാണ് അവസാനിക്കുന്നത്? മദീനയിലെ രാജാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. നിങ്ങളൊന്ന് നോക്ക്, നമ്മുടെ ഗുരുപരമ്പരകളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ നിന്നെത്തുന്നത് എങ്ങോട്ടാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ള ആലിമീങ്ങൾ നമ്മൾ എന്തിൻ്റെ പേരിലാണ് ഗ്രൂപ്പ് തിരിച്ചും നമ്മൾ കുറ്റം പറയണ്ട, അല്ലാതെയും നമ്മൾ കുറ്റം പറയണ്ട. അവരുടെ രോമത്തിൻ്റെ വില പോലും എനിക്കും നിങ്ങൾക്കുമില്ല. അവരുടെ ഓരോ രാത്രിയുടെ വില പോലും നമ്മുടെ രാത്രികൾക്കുണ്ടോ? നമ്മൾ ഇന്നൊരാളെ പറ്റി, ഒരു ആലിമിനെ കുറിച്ച്, മഹാനായ ഖമറുൽ ഉലമ, ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് നമ്മൾ ഫിത്ന പറയുകയാണെന്ന് വെച്ചോ, നമ്മളങ്ങനെ പറയരുത്, പറയുകയുമില്ല. റബ്ബേ, അങ്ങനെയുള്ള ആളുകളെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മൾ ഇന്നൊരാൾ ഉസ്താദിനെ പറ്റി കുറ്റം പറയുമ്പോൾ, ഒരു സമയത്ത് രാവിലെ ആണെങ്കിൽ ഉസ്താദ് ബുഖാരിയുടെ സബക്കയിൽ, അതാ ഇനിയിപ്പോൾ ഉച്ചക്കാണെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിയിൽ, അങ്ങനെ ദീനീ ദഅവത്തുമായിട്ട് ഉസ്താദ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുകയാണ്. അപ്പം നമ്മൾ കുറ്റം പറയുമ്പോൾ ഉസ്താദിനൊരു തടസ്സവും ഇല്ല, ഒരു പ്രയാസവുമില്ല. അല്ലാഹു തആല ഉസ്താദിന്റെ ദറജ ഉയർത്തുന്നു എന്നല്ലാതെ, സ്ഥാനമുയർത്തുന്നു എന്നല്ലാതെ ഉസ്താദിന് എന്ത് പ്രയാസമാണുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ആലിമിനെയും, റഈസുൽ ഉലമയാണെങ്കിലും സുൽത്താനുൽ ഉലമയാണെങ്കിലും താജുൽ മുഹഖിഖീൻ ഉസ്താദാണെങ്കിലും ആരെയും നമ്മൾ കുറ്റം പറയരുത്, ഒരൊറ്റ സയ്യിദിനെയും കുറ്റം പറയരുത്. എല്ലാം അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ് അവരെല്ലാവരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ സഹവാസം നമ്മളിലേക്ക് വേണം. ഒരൊറ്റ ഔലിയാഇന്റെ പേര് പറഞ്ഞും, ഒരൊറ്റ വിലായത്തിന്റെ പേര് പറഞ്ഞും ഒരാളെയും നമ്മൾ നിരാശരാക്കരുത്, ഒരാളെയും നമ്മൾ പ്രയാസപ്പെടുത്തരുത്, ഒരാൾക്കും വിഷമം ഉണ്ടാവുന്ന ഒന്നും നമ്മൾ പറയരുത്. പ്രത്യേകിച്ച് ആലിമീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറയുകയാണ്.